നമ്മൾ കഴിഞ്ഞ ദിവസം ഓതിയ ആയത്തുകൾ ഒന്നുകൂടി ഓർത്ത് അടുത്ത ആയത്തിലേക്ക് പോകുന്നുള്ളൂ. ഇതിൽ ഇന്ന് ഓതേണ്ടത് 2028 29 ആയത്തുകളൊന്ന് ഓതിയെടുക്കാം. أعوذ بالله من الشيطان الرجيم ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. അതിൽ അവരുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട ബലിയെക്കുറിച്ച് പറഞ്ഞു. അൻആമുകൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അത്അഇമുൽ ബായിസൽ ഫഖീർ, ബായിസായ ഫഖീറായ ആളുകളെ നിങ്ങൾ ഭക്ഷിപ്പിക്കണം എന്നും പറഞ്ഞു. ബായിസ് എന്ന് പറഞ്ഞാൽ കടുത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്കാണ്, കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ബായിസ്. ഫഖീർ ദാരിദ്ര്യം അനുഭവിക്കുന്ന ദരിദ്രരായ തന്റെ പ്രയാസങ്ങൾ ആരോടും പറയാത്ത ചോദിക്കാത്ത ആൾക്കാരെയാണ് ഫഖീർ എന്ന് പറയുന്നത്. അവർ അവരുടെ തഫസുകൾ, അഴുക്കുകൾ, മാലിന്യങ്ങൾ നീക്കുകയും ചെയ്യട്ടെ. അവർ വൃത്തിയാകാൻ വേണ്ടിയിട്ട് ഹജ്ജിന്റെ ചടങ്ങുകൾ, പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന്റെ ഉറക്കം. വൽയൂഫു നുദൂറഹും, അവരുടെ നേർച്ചകൾ അവർ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. വൽയത്തവഫു, അവർ തവാഫ് ചെയ്യുകയും ചെയ്യട്ടെ. ബിൽ ബൈത്തിൽ അതീഖ്, ആ പൗരാണികമായ ഭവനത്തെ, അള്ളാഹുവിന്റെ ഭവനത്തെ അവർ തവാഫ് ചെയ്യുകയും ചെയ്യേണ്ടവരാണ്, ചെയ്യട്ടെ എന്നാണ് ഉറപ്പെടുത്തിയത്. എന്നിട്ട് അടുത്ത ആയത്തിൽ പറയാണ്, ذَلِكَ وَمَن يُعَظِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَهُ عِندَ رَبِّهِ وَأُحِلَّتْ لَكُمُ الْأَنْعَامُ إِلَّا مَا يُتْلَى عَلَيْكُمْ فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. 30-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്. ഓതി തരുന്ന ഭാഗം ശ്രദ്ധിച്ചോദാം. ذَلِكَ وَمَن يُعَظِّمْ حُرُمَاتِ اللَّهِ فهو خير له عند ربه ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان فاجتنبوا الرجس من الأوثان واجتنبوا قول الزور ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور
ദാലിക വമൻ യുഅള്ളിം, വമൻ എന്ന് പറയില്ല, വമൻ യുഅള്ളിം ഹുറുമാതില്ലാ, ഹുർ എന്ന് പറയാതെ ഹുറുമാതില്ലാഹി ഫഹുവ ഖൈറുൻ ലഹു ഇൻദ റബ്ബി. ഖൈറുൻ ലഹു എന്ന് പറയാതെ തൻവീനും ലാമ തൊട്ടടുത്ത് വരുമ്പോ ഖൈറുൻ ലഹു ഇൻദ റബ്ബി. وأحلت لكم الأنعام, أحلت എന്ന് പറയണ്ട, أحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان. أوثاني ألا أوثاني. فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. قول الزور. ذلك ومن يعظم حرمات الله فهو خير له عند ربه. فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. ذلك അതാണ് ഹജ്ജ് എന്ന് പറയുന്നത്, അതൊക്കെയാണ്. വമൻ യുഅള്ളിം, ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ, അള്ളമ എന്ന് പറഞ്ഞ ബഹുമാനിച്ചു എന്നാണ്. വമൻ യുഅള്ളിം, ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ, ആരെങ്കിലും ബഹുമാനിച്ചാൽ, ഹുറുമാത്തില്ലാ, അല്ലാഹുവിന്റെ പരിപാവന വസ്തുക്കളെ, ഹുറും, ഹരീം, മുഹ്തറം, ഹറാം, ഇതൊക്കെ അതിന്റെ വാക്കിന്റെ വകഭേദങ്ങളാണ്. പരിശുദ്ധമാക്കുക, പവിത്രമാക്കുക, പരിഭാവനമാക്കുക എന്നുള്ളതിനൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണത്. ഹുറുമാത്തില്ല, അല്ലാഹു പരിഭാവനമായി കണ്ട വസ്തുക്കൾ, ഹുറുമാത്ത്. അത് പിന്നെ തഫ്സീറിലൊക്കെ പറയുന്നത് മക്കയെ, മദീനയെ, മക്കത്തുൽ മുക്കറമയെ, ഹജ്ജിനെ, ഉംറയെ, ഇതൊക്കെ അല്ലാഹ് ബഹുമാനിച്ച പരിഭാവനമാക്കിയതാണ്. അതേപോലെ തന്നെ ആ സ്ഥലങ്ങൾ, ബലിമൃഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പെടുന്നതാണ് എന്ന് പറയുന്നത്. അള്ളാഹു പവിത്രമാക്കിയ പരിപാവനമാക്കിയതിനൊക്കെ ബഹുമാനിക്കാൻ കഴിഞ്ഞാൽ ഫഹുവ ഖൈറുൽ ലഹു, അത് അവന് ഖൈറാണ്, അത് അവന് ഉത്തമമാണ്. ഇൻദ റബ്ബിഹി, അവന്റെ റബ്ബിന്റെ അടുത്ത്, അള്ളാന്റെ അടുത്ത് അതിന് വലിയ ഖൈറാണ്. അള്ളാന്റെ അടുത്ത് അവൻ അതിന് വലിയ സ്ഥാനവും മഹത്വവും അവന് നേടാൻ കഴിയുമെന്നർത്ഥം. എന്നിട്ട് രണ്ടാമത്തെ ഭാഗത്ത് പറയാണ് വഉഹില്ലത് ലക്കും, അഹല്ല, ഹലാലാക്കിയിട്ടുണ്ട്. വഉഹില്ലത് ലക്കും, നിങ്ങൾക്ക് അനുവദനീയമാക്കി തന്നിട്ടുമുണ്ട്. അൽ അൻആമു, കന്നുകാലികളെ. നമ്മൾ കുറച്ചു മുമ്പ് ആയത്തിൽ വിശദീകരിച്ച അൻആം, കന്നുകാലികളെ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. ഇല്ലാ മാ യുത്ലാ അലൈക്കും, നിങ്ങളുടെ മേൽ, ഇല്ലാ മാ യുത്ലാ അലൈക്കും, നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കുന്നതൊഴികെ എല്ലാ മൃഗങ്ങളെയും പിടിച്ച് തിന്നാൻ പാടില്ല. എല്ലാ മൃഗങ്ങളെയും നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല, എല്ലാ കന്നുകാലികളെയും തിന്നാൻ പറ്റൂല. ഇല്ലാ മാ യുത്ലാ അലൈക്കും, നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ട, നിങ്ങൾക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞവയല്ലാത്തതൊന്നും നിങ്ങൾക്ക് പറ്റൂല. അത് പറയുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. എങ്കിൽ ഫജ്തനിബൂ, നിങ്ങൾ ഉപേക്ഷിക്കണം. മദ്യം ഉപേക്ഷിക്കണം എന്ന് പറയാൻ വേണ്ടി ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് ഇജ്തനിബൂ. നിങ്ങൾ മദ്യം പൂർണ്ണമായി ഉപേക്ഷിക്കണം, ഇജ്തനിബൂ. അതേപോലെ ഇവിടെ ഉപയോഗിച്ച വാക്കാണ് ഫജ്തനിബൂ, നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം. അർരിജ്സ, റിജ്സ് ഉപേക്ഷിക്കണം, മാലിന്യങ്ങളൊക്കെ ഉപേക്ഷിക്കണം. മാലിന്യം, റിജ്സ്. മദ്യത്തെക്കുറിച്ച്, ഹംറിനെ കുറിച്ച് ചോദിച്ചാൽ നബിയെ പറയണം ഇന്നമൽ ഹംർ, ഹംർ എന്ന് പറയുന്നത് റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാച് ഉണ്ടാക്കുന്ന ഒരു മാലിന്യ പ്രവർത്തനാണ്. അതുകൊണ്ട് ഇവിടെയും ഉപയോഗിച്ച വാക്ക് റിജ്സാണ്, മാലിന്യം. അതുകൊണ്ട് ഫജ്തനിബൂ, നിങ്ങൾ ഉപേക്ഷിക്കണം റിജ്സ, മാലിന്യത്തെ. എന്തിലെ? മിനൽ ഔസാനി,
വിഗ്രഹങ്ങളിൽ നിന്നുള്ള, വിഗ്രഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എല്ലാ മാലിന്യങ്ങളും, അത് നേർച്ചയാവട്ടെ വഴിപാടാവട്ടെ, അതൊക്കെ നിങ്ങൾ, ആ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. അതൊന്നും നിങ്ങൾക്ക് തൊടാനും കഴിക്കാനും തിന്നാനൊന്നും പാടില്ല. വജ്തനിബൂ, അതുപോലെ നിങ്ങൾ ഉപേക്ഷിക്കണം, വർജിക്കണം, ഖൗലസ്സൂർ, കള്ളവാക്ക് പറയുന്നതിനെ, കള്ളസാക്ഷ്യം വഹിക്കുന്നതിനെ. ഒരായത്ത് നമ്മൾ കേൾക്കുമ്പോൾ ആ ആയത്തിന്റെ പൊരുൾ എന്താന്ന്, ആകത്തുക എന്താന്ന് ആദ്യം അറിയണം. നമ്മൾ തഫ്സീറുകൾ വായിക്കണം, അർത്ഥമറിഞ്ഞ് വായിക്കണം. ഒരു തവണയെങ്കിലും നമ്മൾ ഖുർആനിലെ മുഴുവൻ ആയത്തുകൾ വായിച്ചു നോക്കണം. വിശദീകരണം പിന്നെ നമുക്ക് സമയത്തിനനുസരിച്ച് പിന്നെയും വായിക്കാം. അള്ളാന്റെ ഖുർആൻ എന്നോട് എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് ഒരു തവണ ജീവിതത്തിൽ വായിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എത്ര ഉപകാരമായിരിക്കും. വിശുദ്ധ ഖുർആൻ ഖത്മ് ചെയ്യുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ്. നമ്മുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നഖ്തിം എന്ന് ഇംഗ്ലീഷിലോ അറബിയിലോ അടിച്ചാൽ ആപ്പ് ലഭിക്കും. നമ്മളിപ്പോ എത്ര തവണ ഫോൺ ഓപ്പൺ ആക്കുന്നുണ്ട്, അത്രയും തവണ നമുക്ക് ഖുർആൻ ഓതാനുള്ള ഓപ്ഷനാണ്. അതിന് ഖുർആന്റേതായ ഒരു ആപ്പിൽ പോയിട്ട് നിങ്ങൾ പോയി തൊടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫോൺ തുറക്കുമ്പോൾ ഖുർആൻ തരും. ആ ആപ്പിന്റെ പ്രത്യേകതയാണ്. എത്ര തവണ നിങ്ങൾ ഫോൺ ഓൺ ആക്കി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ആയത്തുകൾ ഓതിയിട്ടുണ്ടാവും. എന്തായാലും ഇപ്പൊ ഇത് തുറക്കുമല്ലോ, ദിവസം ഒരു 150-200 പ്രാവശ്യം ഇത് ഓണാക്കി ഓഫാക്കി എടുത്തോണ്ടോ. ഓണാക്കുന്ന ലോക്ക് തുറക്കുക. ആദ്യം ആയത്ത് വരും, ആ ആയത്തിന് ടിക്കിട്ടാൽ ആയത്ത് പോകും. വീണ്ടും ഇതേപോലെ ഓഫായി, പിന്നെ നമ്മൾ ലോക്ക് തുറന്നാൽ വീണ്ടും അടുത്ത ആയത്ത് വരും. അങ്ങനെ നിങ്ങൾക്ക് ഒന്നാണോ വേണ്ടതെങ്കിൽ ഒരായത്ത് വരും, 2 സെറ്റ് ചെയ്താൽ 2 ആയത്ത് വരും. ആയത്തിന്റെ തഫ്സീർ വേണോ അത് വരും. ആ ആയത്തിന്റെ തന്നെ വ്യാഖ്യാനം, മലയാളം വ്യാഖ്യാനം അല്ലെങ്കിൽ വിശദീകരണം വേണം, അത് വരും. എന്തൊക്കെ വേണോ അതെല്ലാം കിട്ടും. ഓഡിയോ വേണോ അതും അതിന്റെ കൂടെ വരും. ഒന്ന് മനസ്സ് വിചാരിച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ ഫോൺ കൊണ്ട് നമുക്ക് ഫോൺ തുറക്കാൻ പൂതിയാവും. നമുക്ക് ഏതാ ഒന്നൊരായത്തിങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ അറിയാതെ സൂറത്തുകൾ ഇങ്ങനെ ഓതിയും കൊണ്ട് ആയത്തുകൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കും. ഏകദേശം ആപ്പ് വന്നിട്ട് 4 വർഷക്കാലമായി. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നമ്മളത് അത്ര എല്ലാവരും അറിയപ്പെട്ടിട്ടുണ്ടാവില്ല. ആപ്പിൽ ഉണ്ടാകുന്ന അത് ആര് ഉണ്ടാക്കി എന്തുണ്ടാക്കിയെന്ന് അറിയാത്തതുകൊണ്ട് നമ്മൾ ഔദ്യോഗികമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അറിയാം, അതിന്റെ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമുണ്ട്. അതേപോലെ നമുക്കതിന്റെ അർത്ഥം അറിയാൻ, ഒരു തവണ അതിന്റെ ആശയം എന്താണെന്ന് അറിയാന്നുള്ളത് നമ്മളൊരു ഹക്കായി നമ്മൾ ചിന്തിച്ചാൽ ഇരുന്ന് വായിക്കാൻ കഴിയും. വി.ഡി. സതീശന്റെ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ അടുത്ത്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ, കേട്ടിരുന്നോ? അടുത്ത് ഒരു വീഡിയോ, ഒരു ഷാരിഖ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നടത്തി. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന് വായിക്കണം, വായനയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. രാഷ്ട്രീയം പറയല്ലോ, പക്ഷെ ഒരു വ്യക്തി പറഞ്ഞ വായനയുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറയാണ്. കിട്ടുന്ന ട്രെയിൻ യാത്രകൾ, ഫ്ലൈറ്റ് യാത്രകൾ, ഒഴിവുവേളകൾ, അല്ലെങ്കിൽ പകൽ സമയത്ത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വായിക്കാൻ കഴിയാതെ പോയാൽ ആ പേജ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വായിച്ചു തീർക്കുന്ന അവസ്ഥകൾ. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചു കഴിഞ്ഞിട്ട്, ഇംഗ്ലീഷും മലയാളവും അടക്കമുള്ള വിവിധങ്ങളായ ഗ്രന്ഥങ്ങൾ ഈ തിരക്കുകൾക്കിടയിലെല്ലാം അവർ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പല പ്രോഗ്രാമുകളുടെയും പുസ്തകങ്ങളും ലഘുലേഖകളൊക്കെ കിട്ടും. നമ്മുടെ ബുക്ക് സ്റ്റാളുകളിൽ ഇടയ്ക്ക് സന്ദർശിക്കാൻ അദ്ദേഹം എത്താറുണ്ട്. ബുക്ക് ഫെയറിലൊക്കെ അദ്ദേഹത്തിനൊരു പങ്കാളിത്തമുണ്ട്. നമ്മൾ വായിക്കുക എന്നതിന് ആധികാരികമായി നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞൊരു വേദഗ്രന്ഥത്തിന്റെ ആൾക്കാരാണ് നമ്മൾ. ഇഖ്റ ബിസ്മി, അതെന്തെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അതിൽ ഒരാളാവണം, വായനയുടെ ആളായിരിക്കണം നമ്മൾ എന്നുള്ളത്. ശരി, അപ്പൊ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ 2-3 കാര്യങ്ങൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ആദരവുള്ള, അള്ളാഹു ബഹുമാനിച്ച ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നതാണ് ഒന്നാമത് പറഞ്ഞത്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഈ ഭാഗമായിരുന്നു. അതായത് ഹാദല്ലദീ അമറനാ ബിഹി മിനത് ത്വാആതി ഫീ അദാഇൽ മനാസികി, ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ബഹുമാനിച്ച, ആദരിച്ച സ്ഥലങ്ങള്, സന്ദർഭങ്ങളെയും നിങ്ങൾ ബഹുമാനിക്കണം. വമാലി ഫാഇലിഹാ മിന സവാബിൽ ജസീൽ, അങ്ങനെയുള്ളവർക്ക് വമ്പിച്ച പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തന്റെ ഇഷ്ടത്തിനനുസരിച്ച് താൻ തോന്നുന്നത് പോലെ അങ്ങ് ചെയ്തു കൂട്ടി പോകരുത്. അല്ലാഹുവിന്റെ ബഹുമാന ആദരവുകൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. വമൻ യജ്തനിബ് മആസിഹി വമഹാരിമിഹി വയകൂന ഇർതികാബിഹാ അളീമൻ ഫീ നഫ്സിഹി,
അള്ളാഹു ബഹുമാനിച്ചതിന് എതിരായി ലംഘിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ പോയാൽ അവൻ വമ്പിച്ച പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർ കഅബാലയത്തിന്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് അവന്റെ ഇഷ്ടം കൊണ്ടായിരിക്കും, ചിലപ്പോൾ തൊടാനുള്ള പൂതി കൊണ്ടൊക്കെ ആയിരിക്കും ആളുകളെ ഒക്കെ കുത്തി മരിഞ്ഞ് മാറ്റിയിട്ട് അവൻ പോകും. അത് അള്ളാഹു ബഹുമാനിച്ച മുഅ്മിനിനെ അവൻ പ്രയാസപ്പെടുത്തുക. ചില ആളുകൾ കഅബാലയത്തിന്റെ അടുത്ത് പോയിട്ട് അയിമുണ്ടാകുന്ന കാർപ്പറ്റ് വലിച്ചു കീറും. എന്തിന്? ബഹുമാനത്തിന്, അവന്റെ ഇഷ്ടത്തിന് പോക്കറ്റിലിട്ട് നടക്കാൻ, കഅബന്റെ തുണി കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ചിലർ അവർ ധരിക്കുന്ന മീഖാത്തിൽ ഇഹ്റാമിൽ ധരിക്കുന്ന വെള്ള ഡ്രസ്സ് എടുത്തിട്ട് അയിമക്ക് എറിയും, എന്നിട്ട് പിടിക്കും താഴത്തേക്ക് വീഴുമ്പോൾ. എന്തിനാണ്? ഈ ഡ്രസ്സ് കഅബ തൊട്ട തുണിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഉഹദ് മലന്റെ അവിടെ പോയി കഴിഞ്ഞാൽ മണ്ണ് പാക്ക് ചെയ്ത് പോവുകയാണ്. എന്തിനാണ്? ഉഹദ് മലയത്തെ മണ്ണ് പാക്ക് ചെയ്തിട്ട് എടുത്തിട്ട് കൊണ്ടുപോവാണ്, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ബർക്കത്തിന് വെക്കുകയാണ്. അല്ലാഹു തആല ബഹുമാനിച്ചതും ആദരിച്ചതും ആദരിക്കാൻ പറഞ്ഞതുമായതല്ലാതെ അവരവരുടെ വകയായി ഓരോരുത്തരും ചെയ്തു കൂട്ടുന്ന പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കും. ഇവിടെയാണ് തഫ്സീർ പറഞ്ഞ വാക്ക്, അല്ലാഹു തആല ബഹുമാനിച്ചവയെ ബഹുമാനിക്കുന്നവൻ, അത് അല്ലാഹു അവർക്ക് ഖൈർ കൊടുക്കും. ഫലഹു അലാ ദാലിക ഖൈറുൻ കസീർ വസവാബുൻ ജസീൽ, വമ്പിച്ച പ്രതിഫലം അവർക്ക് അതിലൂടെ നേടാൻ സാധിക്കും. അത് ഏതെല്ലാം പെടും? അൽ ഹുർമ ബിമഅന മക്ക വൽ ഹജ്ജ വൽ ഉംറ വമാ നഹല്ലാഹു അൻ മആസി കുല്ലഹ. ഹജ്ജും ഉംറയും മക്കയും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ് ചില വിശദീകരണങ്ങൾ പറയുന്നത്. وَأُحِلَّتْ لَكُمُ الْأَنْعَامُ إِلَّا مَا يُتْلَى عَلَيْكُمْ. ആയത്തൊന്ന് ഓദിക്കേ. ذَلِكَ وَمَن يُعَظِّمْ حُرُمَاتِ اللَّهِ فَهُوَ خَيْرٌ لَهُ عِندَ رَبِّهِ وَأُحِلَّتْ لَكُمُ الْأَنْعَامُ إِلَّا مَا يُتْلَى عَلَيْكُمْ فاجتنبوا الرجس من الأوثان واجتنبوا قول الزور. രണ്ടാമത്തെ ഭാഗം വൗഹില്ലത്ത് ലക്കും, നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഹലാലാക്കി തന്നിരിക്കുന്നു. ഐ അഹ്ലൽനാ ലക്കും ജമീഅൽ അൻആം, എല്ലാ കന്നുകാലികളും നിങ്ങൾക്ക് അല്ലാഹ് ഭക്ഷണത്തിന്, യാത്രക്ക്, വേട്ടയാടാൻ, പല ഉപയോഗത്തിനും അല്ലാഹ് തന്നതാണ്. വമാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ. അല്ലാഹ് ഇന്ന മൃഗങ്ങളെ എനിക്ക് തരണം, അത് നിങ്ങൾ തൊടാൻ പാടില്ല, ഇത്ര വയസ്സായതിനെ എനിക്ക് നേർച്ചയാക്കണം, അത് നിങ്ങൾക്ക് എടുക്കാൻ പാടില്ല എന്നൊന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അന്ന് അറബികൾക്കിടയിൽ അല്ലെങ്കിൽ ജാഹിലിയ കാലഘട്ടത്തിൽ അവർക്കിടയിൽ 4 തരം മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുപയോഗിക്കൂല, അതിന്റെ പാല് ഉപയോഗിക്കൂല, അതിന്റെ മാംസം ഉപയോഗിക്കൂല, അതവര് നേർച്ചയാക്കും. നേർച്ച അന്നുണ്ട്. അപ്പൊ അവർ ചെയ്യുന്നത് 4 മൃഗങ്ങളാണ് അവർ കൊടുക്കുക. ഒന്ന് ബഹീറ, മറ്റൊന്ന് സായിബ, മറ്റൊന്ന് ഹാം, മറ്റൊന്ന് വസീല. ഏതൊക്കെയാണ്? ബഹീറ, സായിബ, വസീല, ഹാം. ഇത് 4 മൃഗങ്ങളാണെങ്കിലും 4 ടൈപ്പാണ്. എല്ലാം ഒരേ മൃഗങ്ങളല്ല. നമ്മുടെ നാട്ടിലുണ്ടല്ലോ നേർച്ച കോഴികൾ, നേർച്ച ആടുകള്, നല്ല കൊറ്റന്മാരെ നോക്കിയിട്ട് നേർച്ചയാക്കുന്ന സംഭവം അന്ന് ജാഹിലിയത്തിൽ അവർക്ക് ഉണ്ടായിരുന്നു. പറയാണ് തഫ്സീറിൽ പറയാണ്, ബഹീറ എന്ന് പറഞ്ഞാൽ അവർ ഒരു മൃഗം, ആ മൃഗത്തിന് വിഗ്രഹത്തിന് നേർച്ചയാക്കും, അവരിഷ്ടപ്പെടുന്ന വിഗ്രഹത്തിന്റെ പ്രതിമക്ക് നേർച്ചയാക്കും. ബഹീറന്റെ പ്രത്യേകത 5 എണ്ണം പ്രസവിച്ച പെണ്ണായിരിക്കും. 5 എണ്ണം പ്രസവിച്ച അത്രയും മിടുക്കിയാണ് നല്ലേ. 5 എണ്ണം പ്രസവിച്ച ഒട്ടകത്തിനെയാണ് ബഹീറ എന്ന് പറയാ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ വിഗ്രഹങ്ങൾക്ക് വേണ്ടി അവിടെ ഒഴിച്ചിടും. എന്നിട്ട് ഇത് നേർച്ചയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കാത് കീറിക്കളയും. ഒരു മുറിവ് പോലെ ഒരു സാധനം ഇട്ട് അടയാളം വെക്കും. അതൊന്നും പാടില്ല എന്ന് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നേർച്ചയാക്കിയാൽ ബഹീറന്റെ പാല് പിന്നെ അവര് കുടിക്കൂല, കറക്കൂല, അവരുപയോഗിക്കൂല. അതതിനെ പൂർണ്ണമായി അവർ വിടും. ഇസ്ലാം പറഞ്ഞു അങ്ങനെ ഒരു സമ്പ്രദായം ഒന്നും അല്ലാഹ്ക്കില്ല. രണ്ടാമത് സായിബ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് അവർ കൊടുക്കാറുള്ളത് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ വേഗം നേർച്ചയാക്കും അവരുടെ വിഗ്രഹങ്ങൾക്ക്.
അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മേഞ്ഞ് നടക്കാൻ പറ്റുന്ന, നന്നായിട്ട് നല്ല ശക്തിയുള്ള, മേഞ്ഞ് നടന്ന് നന്നായി കഴിക്കാൻ പറ്റുന്ന സായിബ എന്ന് പറയുന്ന ആരോഗ്യമുള്ള നല്ലൊരു മൃഗത്തിന് നേർച്ചയാണ്. ഇതിനാണ് ആ പ്രതിമക്ക് കൊടുത്തിട്ട് തന്റെ രോഗങ്ങളും കുടുംബത്തിന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട്. സാധാരണ അത് നന്നായി വാഹനമായിട്ട് എത്ര കിലോമീറ്റർ ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിലും നേർച്ചയാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഈ സാധനത്തിനെ വാഹനമായി ഉപയോഗിക്കില്ല. കാരണം അത് വിഗ്രഹത്തിന് കൊടുത്തു. മൂന്നാമത്തെ ആള് വസീല എന്നാണ്. വസീല എന്ന് പറഞ്ഞാല് ഒരാട് അത് പ്രസവിച്ചു, അതിന്റെ ആദ്യത്തെ പ്രസവം, ഫസ്റ്റത്തെ പ്രസവം, കടിഞ്ഞൂൽ പ്രസവം. അത് പ്രസവിച്ചതിൽ ആദ്യം തന്നെ ആൺകുട്ടിയാണ് പ്രസവിച്ചതെങ്കിൽ അത് ദൈവത്തിന്, അവരുടെ വിഗ്രഹത്തിന് ആരാധ്യ വസ്തു. പെൺകുട്ടിയാണ് ആദ്യം പ്രസവിച്ചതെങ്കിൽ അത് അവരുപയോഗിക്കും, അവരുടേതായ ആവശ്യങ്ങൾക്ക് അവരുപയോഗിക്കും. എന്നാൽ ആദ്യം പ്രസവിച്ചപ്പോൾ തന്നെ ചിലപ്പോൾ ആട് പ്രസവിക്കുമ്പോൾ 1, 2, 3 ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആണും പെണ്ണുമാണ് പ്രസവിച്ചതെങ്കിൽ അത് വസീല എന്നാ പറയാം. അതുപോലെ വിഗ്രഹത്തിന് കൊടുക്കും. അത് വിഗ്രഹത്തിന് വേണ്ടി പ്രതിഷ്ഠയാക്കി നേർച്ചയാക്കി കൊടുക്കുന്ന പറഞ്ഞത്. നാലാമത്തേത് ഹാം എന്ന് പറയും. ഹാം എന്ന് പറഞ്ഞാൽ ആണൊട്ടകമാണ്. ഈ ആണൊട്ടകത്തിന്റെ പ്രത്യേകത ഒരു 7 or 10 കുട്ടികളുടെ വാപ്പയാണ് എങ്കിൽ, 7 or 8 അല്ലെങ്കിൽ 7ന്റെ മുകളിലേക്ക് 10, 12 പല കൗലുകളുണ്ട്. അത്രയും കുട്ടികളുടെ വാപ്പയാണെങ്കിൽ അതിനെ അവർ വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കും. അത്രയും നല്ല കഴിവുള്ള ആൾ എന്നുള്ള നിലക്ക് പിതാവായിട്ട് നന്നായിട്ട് പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ദൈവത്തിന് വേണ്ടി, വിഗ്രഹത്തിന് വേണ്ടി ഒഴിച്ചിട്ട് കൊടുക്കും. ഇസ്ലാം പറഞ്ഞു ഈ സംഭവമൊന്നും നമ്മുടെ ദീനിൽ, ഇസ്ലാമിൽ ഇല്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇല്ലാമാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഹറാമാണെന്ന് പറഞ്ഞ് ഓതി കേൾപ്പിക്കപ്പെട്ടതല്ലാത്ത മൃഗങ്ങൾ നിങ്ങൾക്ക് ഹലാലാണ്. ഇനി ഏത് മൃഗങ്ങളാണ് നമുക്ക് ഹറാമാകുക? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലുണ്ട്, മാഇദയിലെ 3ാമത്തെ ആയത്തിലുണ്ട്. അതിലൊക്കെ പറയുന്നുണ്ട് വ്യക്തമാക്കിയിട്ട്, അൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി والمنخنقة والموقوذة والمتردية والنطيحة وما أكل السبع إلا ما ذكيتم. നമുക്ക് ഏതൊക്കെ മൃഗങ്ങളെ തിന്നാൻ പറ്റുന്ന ആ കാര്യം പറഞ്ഞാലെങ്കിലും നിങ്ങളൊന്ന് ഉഷാറാവുമല്ലോ. ഇല്ലാമാ ദക്കൈതും, അല്ലെ ഏതൊക്കെയാണ് നമുക്ക് തിന്നാൻ പാടില്ലാത്ത? അൽ മൈത്തത്തു, ചത്തതിനെ തിന്നാൻ പാടില്ല. ചത്തതിനെ തിന്നാൻ പാടില്ല. അദ്ദമ്, രക്തം നമുക്ക് തിന്നാനും കുടിക്കാനും പാടില്ല. അൽ ഖിൻസീർ, പന്നിമാംസം നമുക്ക് തിന്നാൻ പറ്റൂല. എത്ര ബിസ്മില്ലാണെങ്കിലും പന്നിമാംസം തിന്നാൻ പറ്റൂല. വമാ ഉഹില്ല ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ശബ്ദമുയർത്തിയതിനെ നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല. അല്ലാഹു അല്ലാത്തവരുടെ പേരുദ്ദേശിച്ചുകൊണ്ട് അറുക്കപ്പെട്ട മൃഗത്തിൻ്റെത് നിങ്ങൾക്ക് തിന്നാൻ പറ്റൂല. ഖുർആനാ പറയുന്നത്. അടുത്തത്, ഇത് 4 നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം കേട്ടോ. അടുത്തത് അൽ മുൻഖനിഖത്തു, മുൻഖനിഖത്തിനെ തിന്നാൻ പാടില്ല. നല്ലൊരാട്, അങ്ങനെ ആട് ഇങ്ങനെ കയറൊക്കെ ഇട്ട് ഇങ്ങനെ പോണതിന്റെ ഇടയിൽ എവിടെയോ കയറ് കുടുങ്ങിയിട്ട് ശ്വാസം കിട്ടാതെ മരിച്ചാൽ, ചത്താൽ ആ ആടിനെ തിന്നാൻ പറ്റൂല. എന്നാല് ശ്വാസം കിട്ടാതെ കുടുങ്ങിയിട്ട് അവസാനം മരിക്കാനായ സമയത്ത് നമ്മളവിടെ ഇടപെട്ട് വേഗം നമുക്കൊന്ന് ബിസ്മില്ലിട്ട് അറക്കാനുള്ള സമയം കിട്ടി, എന്നിട്ടാണത് പെടഞ്ഞിട്ടാണ് മരിച്ചതെങ്കിൽ അതിനെ തിന്നാം. മരിച്ചതിന് ശേഷമാണ് നമ്മളെ കൈ കിട്ടുന്നത്. അപ്പൊ ഇനി ഏതായാലും ഒരു ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കൂല. ശ്വാസം മുട്ടി മരിച്ച മൃഗം, നേരത്തെ പറഞ്ഞ ആടുമാടൊട്ടങ്ങൾ. അൽ മൗഖൂദ, മൗഖൂദത്തായ മൃഗങ്ങളെ തിന്നാൻ പറ്റൂല. മൗഖൂദ എന്ന് പറഞ്ഞാല് വടികൊണ്ടോ കല്ലുകൊണ്ടോ ഒരാള് അടിച്ചു കൊന്നതാണെങ്കിൽ അതിനെ തിന്നാൻ പറ്റൂല. തലക്കടിച്ചു കൊന്നതിനെ, തല്ലിക്കൊന്നതിനെ തിന്നാൻ പറ്റൂല. വൽ മുതറദ്ദിയതു, കുന്നിൻ ചെരുവിന്ന് മലന്റെ മോൾ കൂടെ ഇങ്ങനെ പോണതിന്റെ ഇടയിൽ മലന്റെ ചെരുവെന്നോ അല്ലെങ്കിൽ വല്ല കിണറുക്കോ ദൂരെയുള്ള മേലെന്ന് ഉയരത്തുനിന്ന് താഴേക്ക് വീണ് മരിച്ചതാണെങ്കിൽ, ചത്തതാണെങ്കിൽ ആ മൃഗങ്ങളെ തിന്നാൻ പറ്റൂല.
കിണറിലേക്കൊക്കെ വീണ സാധനങ്ങളൊന്നും പിന്നെ എടുത്ത് തിന്നാൻ പറ്റൂല ചത്ത് കഴിഞ്ഞാൽ. വന്നതീഹത്തു, മൃഗങ്ങൾ തമ്മിൽ കുത്തുകൂടി നന്നായിട്ട് ഫൈറ്റ് അടിച്ച് അവസാനം കുത്ത് കിട്ടിയിട്ട് ഒരെണ്ണം അതിൽ ചത്ത് കഴിഞ്ഞാൽ അതിനെ തിന്നാൻ പറ്റില്ല. കാട്ടുജീവികളായ എന്ന് പറയും. സുബഅകൾ തിന്നത്, കാട്ടുജീവികൾ തിന്നതിന്റെ ബാക്കി നമുക്ക് തിന്നാൻ പറ്റൂല. നല്ലൊരു ആട്ടുംകുട്ടിയായിരുന്നു, നായ എല്ലാം കടിച്ച് കുറച്ച് കഷ്ണങ്ങളൊക്കെ തിന്നു, ബാക്കി ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമുക്ക് എടുക്കാൻ പറ്റൂല. ചെന്നായ, നരി, അതുപോലെ തന്നെ കടുവ, പുലിയൊക്കെ തിന്നതിന്റെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് തിന്നാൻ പാടില്ല. അതുപോലെ ഈ ബലി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കല്ലുമ്മേ, ഇപ്പൊ നമ്മളൊക്കെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവും, അറബികൾക്കിടയിൽ ഇതേപോലെ അവരുടെ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒരു കല്ലുണ്ടാകും. ആ കല്ലുമ്മ കൊണ്ടുപോയിട്ട് വെക്കുന്ന ടൈമ കൊണ്ടുപോയിട്ട് അവരറക്കും. അങ്ങനെയുള്ളതിനെ അതും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല. അറുത്തിട്ടുണ്ട്, ശ്വാസം മുട്ടി മരിച്ചിട്ടൊന്നുമില്ല, അറവ് നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ വിഗ്രഹത്തിന്റെ മുമ്പിലുള്ള പ്രതിമയുടെ കല്ലിന്റെ മുമ്പിൽ വെച്ച് അറവ് നടത്തിയതാണോ, അതെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇത് ഉലമാക്കന്മാര് സൂറത്തുൽ ബഖറന്റെ 173-ലും സൂറത്തുൽ മാഇദന്റെ 3-ലും പറയാണ്, ഇത്തരത്തിൽ പാടില്ലെന്ന് പറഞ്ഞ മൃഗങ്ങളല്ല, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഉഹില്ലത്തിലക്കും. അതാണ് ഇല്ലാമാ യുത്ല അലൈക്കും, നിങ്ങളുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടതൊഴികെ ചിലത് പറ്റൂല. അതല്ല എന്ന് പറയുന്ന ബാക്കിയുള്ള മൃഗങ്ങളെ നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. ലാസ്റ്റ് ഭാഗം ഫജ്തനിബുർരിജ്സ, അതുകൊണ്ട് നിങ്ങൾ എല്ലാ മ്ലേച്ഛതകളെയും മാലിന്യങ്ങളെയും ഉപേക്ഷിക്കണം. മിനൽ ഔസാനി, വിഗ്രഹങ്ങളിൽ നിന്ന്. എന്തുകൊണ്ട് അരവണ പായസം നമ്മൾ തൊടൂല? ടേസ്റ്റ് ഇല്ലാത്തോണ്ടല്ല, ശർക്കര ആയതുകൊണ്ടല്ല, അത് ഔസാനുമായി ബന്ധപ്പെട്ടതാണ്, വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഔസാനുകളിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം. വജ്തനിബു ഖൗല സൂർ, കള്ളസാക്ഷ്യങ്ങളും കള്ളവാക്കുകളും നിങ്ങൾ ഉപേക്ഷിക്കണം എന്നർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്ന വാക്ക് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇതിൽ മിൻഹാഹുനാ ലിബയാനിൽ ജിൻസി ഇജ്തനിബുർ റിജ്സല്ലദീ ഹുവൽ ഔസാനി, വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മാലിന്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം. വഖറന ശിർകു ബില്ലാഹി ബിഖൗലി സൂർ, ആ വാക്കിന്റെ കൂടെ ചേർത്തിട്ടാണ് സൂർ പാടില്ല എന്ന് പറഞ്ഞത്. ഷിർക്ക് പാടില്ല എന്ന് പറഞ്ഞതിന്റെ കൂടെയാണ് സൂർ പാടില്ല എന്ന് പറഞ്ഞത്. സൂർ എന്ന് പറഞ്ഞാൽ കളവ്, ബാത്തിൽ, കളവ്, വ്യാജം, അസത്യം, അത്തരം വാക്കുകൾ, അതിനുവേണ്ടി സാക്ഷി നിൽക്കൽ നിങ്ങൾക്ക് പാടില്ലാത്തതാണ്. സൂറത്തുൽ അറാഫിന്റെ 33-ലൊക്കെ അതേപോലെ ആയത്ത് പറയുന്നുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, നിങ്ങൾക്ക് ഏറ്റവും വലിയ പാപത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ? ഖുൽന, ഞങ്ങൾ പറഞ്ഞു. സഹാബത്ത് പറയാണ്, ബലാ യാ റസൂലല്ലാഹ്, ശരി നബിയെ നിങ്ങൾ പറഞ്ഞു തരൂ. ഖാല അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് വക്കലാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ധിക്കരിക്കലാണ്, മഹാപാപങ്ങളിൽപ്പെട്ടതാണ്. ഇത് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഭാഗത്ത് ചാരിയിരിക്കുന്ന നബി അവിടുന്ന് നേരെ ഇരുന്നിട്ട് വകാന മുത്തഖിഅൻ ഫജലസ, നേരെ അങ്ങോട്ട് ഇരുന്നിട്ട് ഫഖാല, അവരോട് പറഞ്ഞു, അലാ, ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ, വഖൗലസ്സൂരി അലാ വശഹാദത്തസ്സൂർ, മഹാപാപങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സൂർ. കള്ളസാക്ഷ്യം വഹിക്കുക, വ്യാജ വാർത്തകൾ, വ്യാജമായ സംസാരങ്ങൾ നടത്തുക, ബാത്തിലിനു വേണ്ടി വാദിക്കുക, അള്ളാന്റെ പേരിൽ, റസൂലിന്റെ പേരിൽ കളവുകൾ കെട്ടിച്ചിട്ട് സംസാരിക്കുക, എല്ലാം ആ സൂറിന്റെ കൂട്ടത്തിലാണ് പെടുക എന്ന് തഫ്സീറിലൊക്കെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു വെച്ചിട്ടുള്ള മഹത്തരമായ സന്ദേശങ്ങൾക്കിടയിൽ ശിർക്കിന്റെ കൂടെ സൂർ പാടില്ല എന്ന് പറഞ്ഞത് ഇത് രണ്ടിന്റെയും ഗൗരവത്തെയാണ് ഓർമ്മപ്പെടുത്തുന്നതും സൂചിപ്പിക്കുന്നതും എന്നാ പറയുന്നത്. എന്നിട്ട് അതിൽ തൊട്ടടുത്ത് ശിർക്ക് ചെയ്യുന്ന ആൾക്ക് സംഭവിക്കുന്ന അബദ്ധം, അത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ശിർക്ക് ചെയ്യുന്ന വ്യക്തിക്കുണ്ടാകുന്ന വലിയ പരാജയത്തെ കുറിച്ചാണ് അടുത്ത ആയത്തിലൂടെ വിശദീകരിക്കുന്നത്.
എന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്തൊരു അവസരത്തിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ അറിവ് നേടാനും പറയാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ മൻ നജാത്ത് യാ റസൂലല്ലാഹ്, റസൂലേ എന്താണ് രക്ഷാമാർഗം എന്ന് പറഞ്ഞാൽ. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഖുർആൻ പഠിക്കുന്നതിന്റെ കൂടെ ഹദീസുകൾ പഠിക്കാൻ ശ്രമിക്കണം. ഓരോ ദിവസം ഓരോ ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എത്ര സൗകര്യമാണെന്ന് ആലോചിച്ച് നോക്കി. എത്ര സുന്നത്തുകൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന രേഖപ്പെടുത്തിയതിൽ പെട്ടതാണ്. ഖാല ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ റസൂലിനോട് ചോദിച്ചു, മൻ നജാത്ത്, എന്താണ് രക്ഷാമാർഗം നബിയെ, പരലോകത്ത് രക്ഷപ്പെടാൻ എന്താ ചെയ്യുന്നത്? ഖാല നബി തങ്ങൾ പറഞ്ഞു, അംസിക അലൈക ലിസാനക, ഒന്ന് ചെയ്യേണ്ടത് നീ നിന്റെ നാവിനെ നിയന്ത്രിക്കുക എന്നതാണ്. നമ്മൾ ഇന്നലെ ഖുത്ബകളിലൊക്കെ അതിന്റെ ബാക്കി ഭാഗം വിശദീകരിച്ചിട്ടുണ്ട്. 2 വൽ യസഅക ബൈതുക, നീ നിന്റെ വീടിനെ മതിയാക്കുക എന്നാണ്. നീ നിന്റെ വീടിനെ മതിയാക്കുക. എന്റെ ശറഹില് പറയാണ്, എന്റെ വീടിനെ മതിയാക്കുക എന്ന് പറഞ്ഞാല് അതില് ഒന്ന് വീട്ടിൽ പടച്ചോൻ തന്ന വീട്ടിൽ ഇബാദത്ത് ചെയ്യുക. പലരുടെയും വീടൊക്കെ താമസമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല റഫീഖ് സാഹിബ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് സന്ദർശിച്ചിരുന്നു. ആ കുടുംബത്തിലും വീട്ടിലും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. പലരും വീടിന്റെ പണികളും പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. അല്ലാഹു അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുമാറാകട്ടെ. അവർ അവരുടെ വീടുകളിൽ ഇബാദത്ത് ചെയ്യട്ടെ. വീടുകളിൽ ഫിത്ന പുറത്ത് സംഭവിക്കുമ്പോൾ അവർ വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടട്ടെ. പടച്ച റബ്ബ് നിനക്ക് നൽകിയ വീട്ടിൽ, കുടുംബത്തിൽ, മക്കളിൽ, റിസ്കിൽ നീ സന്തോഷിക്കുന്നവനായി തൃപ്തിപ്പെടുക. ഇതൊക്കെ പെട്ടതാണ്. എന്റെ വിശദീകരണം വായിക്കുകയാണ്. അതുപോലെ തന്നെ നിനക്ക് റബ്ബ് നൽകിയിട്ടുള്ളതിൽ നീ തൃപ്തിയുള്ളവനായി മാറുക. നിന്റെ ദീനിന്റെ കാര്യം വരുമ്പോൾ നീ എപ്പോഴും നിന്നേക്കാൾ മുകളിലേക്ക് നോക്കുക. തഫ്സീർ ഷറഹിൽ പറയണേ, ദീനിന്റെ കാര്യം വരുമ്പോ അയാൾ നല്ല നിസ്കരിക്കുന്നുണ്ട്, ഞാൻ സുന്നത്ത് നിസ്കരിക്കണില്ലല്ലോ, അയാൾ ദിക്റൊക്കെ ഫുള്ളായിട്ട്, അയാൾ ഖുർആനൊക്കെ കുറെ ഓതുന്നുണ്ട്, അയാൾ പള്ളിക്ക് നേരത്തെ വരും. ദീനിന്റെ കാര്യം വരുമ്പോ നീ മുകളിലേക്ക് നോക്കുക. ദുനിയാവിന്റെ കാര്യം വരുമ്പോ നീ നിന്നേക്കാൾ താഴേക്ക് നോക്കുക. അപ്പൊ നിനക്ക് കൂടുതൽ നിഅമത്തുകളെ ഓർക്കാൻ കഴിയുമെന്നർത്ഥം. മൂന്നാമത് പറഞ്ഞത് വബ്കി അലാ ഖതീഅതിക, നീ നിന്റെ പാപത്തെ കുറിച്ചോർത്ത് നന്നായിട്ട് കരയുക. ഇത് മൂന്നുമാണ് രക്ഷാമാർഗം. ആ മാർഗത്തിൽ നീ ഉണ്ടെങ്കിൽ നിനക്ക് നജാത്തുണ്ട്, സുരക്ഷയുണ്ട്, രക്ഷയുണ്ട് എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ധാരാളം അറിയാനും അറിഞ്ഞ കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങൾ രോഗാവസ്ഥയിൽ കഴിയുന്നുണ്ട്. നമ്മുടെ അത്രമാക്ക, അതുപോലെ തന്നെ കരീം സാഹിബ്, മറ്റു പല ആളുകളും അസുഖത്തിന്റെ പ്രയാസങ്ങൾ, പ്രായം കൊണ്ടും മറ്റുമൊക്കെയായി കഷ്ടപ്പെടുന്നവരുള്ള അവർക്കൊക്കെ പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. സഹോദരൻ ഷമീം, അദ്ദേഹത്തിന്റെ പിതാവ് പാമ്പ് കടിയേറ്റ് കഴിഞ്ഞ ദിവസങ്ങൾ മരണപ്പെട്ടിരുന്നു. വലിയ പ്രയാസങ്ങളായിരുന്നു, നമ്മൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ കൈകാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. പിന്നീട് കുറച്ചൊരാശ്വാസം ലഭിക്കുന്നുണ്ടായി. പിന്നീട് അത് കൂടുതൽ പ്രയാസകരമായി മാറുകയും അവസാനം മരണം സംഭവിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനാസക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്ന്, ആപത്തുകളിൽ നമ്മെ, നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീനെ അനുസരിച്ചുകൊണ്ട് അത് പറയാനും പ്രചരിപ്പിക്കാനും പരസ്പര സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്കെല്ലാം മഹാഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്തു വെച്ച എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ.